ഇന്നത്തെ ഗോസ്പൽ ഒരു റിലേഷൻഷിപ്പാണ്, യജമാനൻ്റെയും ഭൃത്യൻ്റെയും റിലേഷൻഷിപ്പ്. യജമാനൻ്റെ ചില ക്വാളിറ്റീസ് എന്ന് പറയാവുന്നത്, അയാൾക്ക് അധികാരമുണ്ട്, അയാളുടെ കീഴിൽ കുറേ ഭൃത്യന്മാരുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അധികാരം എങ്ങനെ ഉപയോഗിക്കണമെന്ന് കൃത്യമായിട്ട് അയാൾക്കറിയാം. അയാൾക്കൊരു കുറവുണ്ട്. ആ കുറവ് എന്താണ്? അയാൾ എപ്പോൾ വരുമെന്നോ എപ്പോൾ പോകുമെന്നോ ആർക്കും അറിയില്ല. അങ്ങനെയാണ് എന്താ ഗോസ്പലിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ഒരു പഞ്ച്വാലിറ്റിയുടെ കാര്യത്തിൽ വലിയ വ്യത്യാസം കാണിക്കുന്നുണ്ട്. ഇനി ഭൃത്യന്മാർ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഭൃത്യന്മാർ കാത്തിരിക്കണം. യജമാനൻ വരുന്നതും കാത്ത് ഉറക്കമുളച്ച് കാത്തിരിക്കണം. യജമാനൻ വന്നു കഴിയുമ്പോൾ ആ യജമാനെ സേവിക്കാൻ തക്ക വിധത്തിൽ ഒരുങ്ങിയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഗോസ്പലിലെ യജമാനൻ ആരാണ്? വളരെ കൃത്യമാണ്, അത് ദൈവമാണ്. ഭൃത്യനാരാണ്? അത് നമ്മൾ ഓരോരുത്തരുമാണ്. ഈ ഗോസ്പലിനെ അർത്ഥമാക്കുന്ന ഒരൊറ്റ സന്ദേശമേ ഉള്ളൂ: വെറുതെ ഒന്ന് കാത്തിരിക്കുക. ജീവിതത്തിൽ ഉറക്കമുളച്ച് യജമാനെയും കാത്ത് ശ്രദ്ധയോടുകൂടി വിശുദ്ധിയോടുകൂടി കാത്തിരിക്കുക. എപ്പോഴെങ്കിലും വരുമെന്ന് പറഞ്ഞ് ഉറങ്ങിയും മദ്യപിച്ചും ജീവിച്ചാൽ തിരിച്ച് യജമാനൻ വരുന്ന സമയത്ത് ജോലി ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് അവൻ ആ യജമാനായിട്ടൊരു ബന്ധമില്ല, അവൻ പുറത്താണ്. അവനും ആ യജമാനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കട്ടാവും. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ ആഴപ്പെടുത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ കാത്തിരിപ്പാണ്. എനിക്ക് വേണ്ടി ഒരു ദൈവം വരുമെന്ന ഉറപ്പിൽ ഓരോ മനുഷ്യരും ദൈവത്തിന് വേണ്ടി തന്നെ തന്നെ ഒരുക്കി കാത്തിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം. കാത്തിരിപ്പ് എങ്ങനെയായിരിക്കണം? അത് വിശുദ്ധിയോടുള്ള കാത്തിരിപ്പാണ്. ജീവിതത്തിലുണ്ടാകേണ്ട നന്മയും പുണ്യങ്ങളൊക്കെ സൂക്ഷിച്ച് പ്രാർത്ഥനയിലും ധ്യാനത്തിലും ഓരോ നിമിഷവും ദൈവത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിനിടയിൽ ഓരോ മനുഷ്യരും ഏതൊക്കെയോ ഒരു സമയത്ത് കണ്ടെത്തുന്ന മനോഹരമായ വെളിച്ചമാണ് ദൈവം. ആ ദൈവത്തിന് വേണ്ടി എത്രത്തോളം നമ്മൾ ഒരുങ്ങിയിരിപ്പുണ്ട്? അങ്ങനൊരു ചോദ്യത്തിന് മുമ്പിൽ എല്ലാവരും ഉത്തരം കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഭൃത്യന്മാർ രണ്ട് രീതിയിലാണ്. ഒരധികം പേര് ശ്രദ്ധയില്ലാതെ കാത്തിരിക്കാതെ മാറി നിൽക്കും. മറ്റു ചിലർ കുറച്ചും കൂടി ശ്രദ്ധ പതിപ്പിച്ച് ആ ഗുരുവിന് വേണ്ടി ഒരുങ്ങിയിരിക്കും. ചോദ്യം ഇതാണ്: നിങ്ങൾ ഏത് ഗണത്തിൽപ്പെടും? ഒരുങ്ങിയിരിക്കുന്നവരാണോ അതോ കാത്തിരിക്കാതെ മടിപിടിച്ചിരിക്കുന്നവരാണോ? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.